പത്തനംതിട്ടയിൽ കല്യാണ ആലോചന പരാതിയിൽ CPM അന്വേഷണം. തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗമാണ് ലോക്കൽ സെക്രട്ടറി ചമഞ്ഞ വിവാഹം നടത്താൻ ശ്രമിച്ചത്. CPM തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗം പ്രകാശ് ബാബുവിനെതിരെ പാർട്ടി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സുഖി അഭിലാൽ വിവരങ്ങളുമായി ചേരുന്നു. അഭി, എന്താണ് സംഭവം? ചുമത്ര സ്വദേശിയും അധ്യാപക സഹകരണ സംഘത്തിലെ ജീവനക്കാരനും ഒപ്പം തന്നെ CPM തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗവുമായ പ്രകാശ് ബാബുവിനെതിരെയാണ് ഏകാംഗ കമ്മീഷനെ വെച്ചുകൊണ്ട് അന്വേഷണം നടത്താൻ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. അഡ്വക്കേറ്റ് ജിനു മാത്യു ആണ് ഈ അന്വേഷണം നടത്തുക. നേരത്തെ ദേവസ്വം ബോർഡിൽ നിയമനം വാഗ്ദാനം നൽകി പണം തട്ടി എന്നുള്ള പരാതിയും പ്രകാശ് ബാബുവിനെതിരെയുണ്ട്. അതേസമയം തന്നെ ഈ പുതിയ പരാതിക്ക് അടിസ്ഥാനമായ സംഭവത്തിൻ്റെ വിശദാംശങ്ങൾ ഇപ്രകാരമാണ്. നെടുമ്പറ സ്വദേശിയും സമീപകാലത്ത് CPMലേക്ക് വരികയും ചെയ്ത വരുൺ എന്ന ആൾ ആലപ്പുഴ അമ്പലപ്പുഴയിൽ നിന്ന് ഒരു വിവാഹ ആലോചനയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഇയാളുടെ സഹായം തേടുകയാണ് ഉണ്ടായത്. ഇയാൾ വരുൺ അഭിഭാഷകനാണെന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് പെൺകുട്ടിയുടെ വീട്ടിൽ പെണ്ണ് കാണാൻ എത്തുന്നത്. തുടർന്ന് വരനെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണത്തിൽ ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണെന്നുള്ള വിവരം പെൺകുട്ടിയുടെ വീട്ടുകാർ മനസ്സിലാക്കുകയും വിവാഹത്തിൽ നിന്ന് ഇവർ പിന്തിരിയുന്ന ഘട്ടത്തിലാണ് പ്രകാശ് ബാബു നെടുമ്പറത്ത് CPM ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് പെൺകുട്ടിയുടെ വീട്ടിലെത്തുകയും വരുണിനെതിരെ ഉയർന്നു വന്ന ആക്ഷേപങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് പറയുകയും ചെയ്തത്. പിന്നീട് പെൺകുട്ടിയുടെ ബന്ധുക്കൾ ഈ വിവരം പൂർണ്ണമായി വിശ്വസിക്കാതെ പാർട്ടി തലത്തിൽ അന്വേഷണം നടത്തിയപ്പോൾ എത്തിയത് നെടുമ്പറം ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടുള്ള ആളല്ല എന്ന് മനസ്സിലാക്കുകയും നെടുമ്പറത്തെ യഥാർത്ഥ ലോക്കൽ സെക്രട്ടറിയുമായി ഇവർ ബന്ധപ്പെട്ട് പരാതി ഉന്നയിക്കുകയുമാണ് ഉണ്ടായത്. തുടർന്ന് ഫ്രാൻസിസ് വി ആന്റണി തിരുവല്ല ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ഈ വിഷയത്തിൽ നേരിട്ട് അന്വേഷണം നടത്തുകയും പെൺകുട്ടിയുടെ വീട്ടിലെത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് എത്തിയ ആൾ ആരാണ് എന്ന് സംബന്ധിച്ച് പെൺകുട്ടിയുടെ വീട്ടുകാർ ചില സംശയങ്ങൾ പറഞ്ഞ ഘട്ടത്തിൽ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പല ആളുകളുടെയും ചിത്രങ്ങൾ ഏരിയ സെക്രട്ടറി തന്നെ പെൺവീട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുകയുമാണ് ഉണ്ടായത്. അങ്ങനെ പ്രകാശ് ബാബുവിൻ്റെ ചിത്രം കാണിച്ചപ്പോൾ പെൺകുട്ടിയുടെ വീട്ടുകാർ വക്കാലത്തുമായി എത്തിയ ആൾ പ്രകാശ് ബാബു ആണെന്ന് തിരിച്ചറിഞ്ഞു. തുടർന്നാണ് ഈ വിഷയത്തിൽ അന്വേഷണത്തിന് പാർട്ടി തീരുമാനമെടുത്തത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾക്ക് പാർട്ടിയിലെ ഗ്രൂപ്പിസവുമായി ബന്ധപ്പെട്ട ചില തലങ്ങൾ കൂടിയുണ്ട് എന്നുള്ളതാണ് പൊതുവായ സംസാരം.